നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം വായിക്കാൻ പോകുന്നത് രണ്ട് കാര്യത്തെക്കുറിച്ചാണ്. ഒന്ന് ആരോഗ്യവും മനഃശാന്തിയും, രണ്ട് ശ്വാസോച്ഛ്വാസവും ആരോഗ്യവും. ആരോഗ്യവും മനഃശാന്തിയും. തികഞ്ഞ ആരോഗ്യവും മനഃശാന്തിയുമാണ് ജീവിതത്തിൻ്റെ മൂലധനം. രണ്ടും അന്യോന്യം അപേക്ഷ്യങ്ങളാണ്. ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ മനഃശാന്തിയില്ല, അതുപോലെ മറിച്ചും. ഇത് രണ്ടും സ്വയം വന്നു ചേരുന്നതല്ല. ഓരോ വ്യക്തിയും സ്വയം സമ്പാദിക്കുകയും നിലനിർത്തുകയും ചെയ്യണം. ജീവിത യാത്രയ്ക്കുള്ള ഒരു വാഹനമാണ് നമ്മുടെ ശരീരം. അതിനെന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ യാത്രയ്ക്ക് വിഘ്നം നേരിടുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ശരീരവും അതിന് കാത്തിരിക്കുന്ന മനസ്സും എന്നും തേച്ച് തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുള്ള സാങ്കേതിക വിദ്യകളാണ് യോഗാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആസന പ്രാണായാമങ്ങൾ. ശരീരത്തിന് ഭക്ഷണം പോലെ തന്നെ അനുപേക്ഷണീയമാണ് വ്യായാമം. എന്നാൽ അതുമാത്രം 100-ൽ ഒരാൾ പോലും ചെയ്യാറില്ല. വ്യായാമരഹിതമാണ് പല രോഗങ്ങൾക്കും മൂലകാരണം. ശരീരത്തിനും മനസ്സിനും ഒരേ സമയം പ്രയോജനം സിദ്ധിക്കുന്ന ഒരു പദ്ധതിയാണ് യോഗ വ്യായാമം. ആരോഗ്യവും മനഃശാന്തിയും നഷ്ടപ്പെടാതെ ദീർഘായുസ്സായ ജീവിതം കഴിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ പറയുന്ന 4 സംഗതികളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. 1. മിതമായ വ്യായാമം. 2. മിതവും ഹിതവുമായ ആഹാരം. 3. ശരിയായ ശ്വാസോച്ഛ്വാസം. 4. മനോനിയന്ത്രണം. മിതമായ വ്യായാമത്തിന് യോഗാഭ്യാസങ്ങളും ശരിയായ ശ്വാസോച്ഛ്വാസത്തിനും പ്രാണായാമവും മനോനിയന്ത്രണത്തിനും നിയമങ്ങളുമാണ് യോഗാശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. മനോനിയന്ത്രണം സാധിക്കുന്നതിനുള്ള മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ധ്യാനം. എന്നാൽ നിയമ ആസന പ്രാണായാമങ്ങളാണ് ധ്യാനത്തെ ഉറപ്പിക്കുന്ന അടിസ്ഥാന ശിലകൾ എന്ന് ഓർമ്മിക്കുക. അടുത്തത് ശ്വാസോച്ഛ്വാസവും ആരോഗ്യവും. ശ്വാസമാണ് നമ്മുടെ ജീവൻ. കുറച്ചു നേരം അത് കിട്ടാതെ വന്നാൽ ജീവൻ അപകടത്തിലാകുകയും. ഒരു മിനിറ്റിൽ 15-16 തവണയാണ് നാം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. അതാണ് ശ്വാസോച്ഛ്വാസം. വായുവിൽ പ്രാണശക്തിയും ഓക്സിജനും അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ ശ്വാസകോശങ്ങളിൽ വന്ന് പോകുമായിരിക്കുന്ന രക്തത്തെ ശുദ്ധീകരിക്കുന്നു. പ്രാണശക്തി ഇട, പിംഗൾ, സുഷുമ്ന ഈ നാഡികൾ വഴി ശരീരത്തിൻ്റെ സർവ്വഭാഗങ്ങളിലും പ്രസരിക്കുന്നു. ഭക്ഷണം കഴിക്കാതെ ഏതാനും ദിവസങ്ങളിലും മരിക്കാതിരിക്കാം. എന്നാൽ ശ്വാസോച്ഛ്വാസമില്ലാതെ അരമണിക്കൂർ പോലും ജീവൻ നിലനിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രധാനമാണ്. വായു, ഭക്ഷണം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന യോഗിനിമാരും ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള ചരിത്രം മറ്റൊരു വിഷയം. ശ്വാസകോശം ഒരു ബലൂൺ മാതിരിയാണ്. ശ്വാസം കയറും തോറും അത് വികസിച്ചു കൊണ്ടിരിക്കും. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം കൊണ്ട് ശ്വാസകോശങ്ങളുടെ പകുതി പോലും വികസിക്കുന്നില്ല. ശ്വാസം സഞ്ചരിക്കുന്ന ചാനൽ ശുദ്ധമല്ലെങ്കിൽ അതിൻ്റെ വികാസം അതിലും കുറവായിരിക്കും. എന്നാൽ നാം ബോധപൂർവം മനസ്സിരുത്തി സാവധാനം ശ്വാസം എടുക്കുമെങ്കിൽ സാധാരണ പോലെ എടുക്കാറുള്ള ശ്വാസത്തിൻ്റെ അളവ് 10 ഇരട്ടി അധികമായിരിക്കും ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ 10 ഇരട്ടി പ്രാണശക്തിയും 10 ഇരട്ടി ഓക്സിജനും
നമുക്ക് സംഹരിക്കാൻ സാധിക്കുന്നു എന്നാണ് ധരിക്കേണ്ടത്. ഇപ്രകാരം നിയന്ത്രിതമായ ശ്വാസോച്ഛ്വാസമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമം പരിശീലനം കൊണ്ട് ശ്വാസകോശങ്ങളുടെ വികാസ സങ്കുചങ്ങൾ പരമാവധി സാധിക്കുകയും സാധാരണ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതായത് പ്രാണശക്തിയും രക്തശുദ്ധിയും വർദ്ധിക്കുന്നു എന്ന് അർത്ഥം. പ്രാണായാമം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് മറ്റൊരിടത്ത് പറഞ്ഞതുമായിരിക്കുന്നു. അപ്പം ഇതാണ് ആരോഗ്യവും മനഃശാന്തിയുടെയും പിന്നെ ശ്വാസോച്ഛ്വാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഞാൻ വായിച്ചത് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബൈ.